നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ കിടപ്പ് രോഗികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11:30യോടെയാണ് സംഭവം. ആരോ വീട്ടിൽ കുട്ടപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവ സമയത്ത് ദമ്പതികൾ ഉറക്കത്തിലായിരുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് വീടിനുള്ളിൽ തീ പടരുകയും മുറി മുഴുവൻ കനത്ത പുക നിറയുകയും ചെയ്തു. പുക ശ്വസിച്ച് ശ്വാസതടസ്സം നേരിട്ട ദമ്പതികളെ ഉടൻ തന്നെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ തുടർ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ജനൽ ചില്ലുകളും തകർന്നു. ഫ്രിഡ്ജ് പൂർണ്ണമായി കത്തിനശിച്ചു. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. ഫ്രിഡ്ജിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരത്തിനിടയിൽ KSEBയുടെ പവർ കട്ട് പ്രഖ്യാപനം. ഇന്നലെ അർദ്ധരാത്രിയിൽ എരുമപ്പെട്ടിയിലെ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. ലോകം മുഴുവൻ കളി കാണുമ്പോൾ സംസ്ഥാന സർക്കാർ പവർ കട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി KSEB എരുമപ്പെട്ടി സെക്ഷന് കീഴിലുള്ള കടങ്ങോട് മേഖലയിൽ ഇന്ന് പുലർച്ചെ 12:42 മുതൽ 1:07 വരെ പവർ കട്ട് പ്രഖ്യാപിച്ചിരുന്നു. 12:30 മുതലാണ് അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. ഇതിനിടയിലാണ് കടങ്ങോട് മേഖലയിൽ 25 മിനിറ്റോളം സമയം പവർ കട്ട് പ്രഖ്യാപിച്ചത്. KSEB പൊതുഗ്രൂപ്പിൽ അറിയിപ്പ് കണ്ടതിനെ തുടർന്ന് കടങ്ങോട് മേഖലയിലെ DYFI പ്രവർത്തകർ KSEB ഓഫീസിലെത്തി പവർ കട്ട് സമയം മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ ആദ്യം വിസമ്മതിച്ചു. തുടർന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കയറി കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. സമരം ശക്തമായതിനെ തുടർന്ന് 12:45ഓടെ KSEB ഉദ്യോഗസ്ഥർ പവർകട്ടിന്റെ സംബന്ധിതരാവുകയായിരുന്നു. കളിയുടെ സമയത്ത് പവർകട്ട് ഉണ്ടാവുകയില്ല എന്ന് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസും എത്തിയിരുന്നു. ലോകകപ്പ് മത്സര സമയത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്ന പവർകട്ട് കായിക പ്രേമികളോടുള്ള വഞ്ചനയും വെല്ലുവിളിയുമാണെന്ന് DYFI ആരോപിച്ചു. ഇത് നാടിനകത്ത് ആവേശകരമായ സെമിഫൈനലാണ് നടക്കുന്നത്. അർജന്റീന ഇംഗ്ലണ്ട്. ഈ മത്സരം കാണാൻ ഈ നാട്ടിലെ യുവാക്കളും നാട്ടിലെ മുഴുവൻ ആളുകളും നിൽക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലും ആ സംസാരത്തിൻ്റെ പ്രതികരണം ഒരു ഉറപ്പ് തരാത്ത രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടപെട്ടത്. KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ച് 12:15 മുതൽ കറണ്ട് കട്ട് ഉണ്ടാകില്ല, ഇന്നത്തെ കറണ്ട് കട്ട് ഒഴിവാക്കിയെന്ന് ഉറപ്പ് തന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് DYFI കടങ്ങോട് മേഖല കമ്മിറ്റി സമരത്തിൽ നിന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CH ലാഷ്, കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UV ഗിരീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം CV സുഭാഷ്, DYFI മേഖലാ സെക്രട്ടറി PB വിഷ്ണു, പ്രസിഡന്റ് KC നിമിൽ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയെന്നും നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് അറിയില്ലെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടത് ബാധ്യതയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കുറഞ്ഞു. ഭരണപരാജയം എന്ന് പറയുന്നത് ശരിയല്ല. ഇടതു സർക്കാരിന്റെ കാലത്തും നിയന്ത്രണം ഉണ്ടായിരുന്നെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ബാറ്ററി സ്റ്റോറേജ് വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വീണ്ടും തെരുവുനായ ഭീഷണി. 10ാം വാർഡ് തലക്കോട്ടുകരയിലെ 63ാം നമ്പർ അങ്കണവാടിയാണ് തെരുവുനായ ഭീഷണി നേരിടുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായ ചൂണ്ടൽ പഞ്ചായത്തിൽ തലക്കോട്ടുകരയിലെ അങ്കണവാടി കെട്ടിടം പരിസരത്ത് കഴിഞ്ഞ ദിവസമാണ് തെരുവുപട്ടിയെയും പ്രസവിച്ചിട്ട 7 പട്ടിക്കുട്ടികളെയും കണ്ടെത്തിയത്. മതിൽ കെട്ടിത്തിരിച്ചുള്ള അങ്കണവാടിയുടെ കോമ്പൗണ്ടിലാണ് തള്ളപ്പട്ടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. 2 ആഴ്ച മുമ്പാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലും സമാനമായ സംഭവമുണ്ടായിരുന്നു. UP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് കടിയേറ്റ സംഭവത്തിൽ പട്ടിക്ക് വിഷബാധ സ്ഥിരീകരിക്കുകയും സംസ്ഥാനത്ത് ആദ്യമായി തെരുവുനായ ശല്യത്തെ തുടർന്ന് വിദ്യാലയത്തിന് 2 ദിവസം അവധി നൽകേണ്ടി വന്നതും വലിയ വാർത്തയായിരുന്നു. തുടർന്ന് മേഖലയിലെ തെരുവുനായ്ക്കളെ പിടികൂടി പാലക്കാട് ജില്ലയിലുള്ള ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 10 കുരുന്നു വിദ്യാർത്ഥികൾ പഠിക്കുന്ന അങ്കണവാടി കോമ്പൗണ്ടിൽ കൂടി പട്ടിയെയും കുട്ടികളെയും കണ്ടെത്തിയത് രക്ഷിതാക്കളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്.
പഞ്ചായത്ത് അംഗം KL പോൾസൺ ഇടപെട്ട് പട്ടിക്കുട്ടികളെ സമീപത്തെ പറമ്പിലേക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ടെങ്കിലും നായശല്യത്തിന് അറുതിയായിട്ടില്ല. അങ്കണവാടിയുടെ പിൻവശം ടാർപ്പായ ഉപയോഗിച്ച് കെട്ടി നായ്ക്കൾ കടക്കാതെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേൽക്കുകയും സ്കൂൾ അങ്കണത്തിൽ പ്രസവിച്ച പട്ടിയെയും കുട്ടികളെയും കണ്ടെത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നായ്ക്കളെ പിടികൂടി പാർപ്പിക്കാൻ ഷെൽട്ടർ സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെ നടപടികളായിട്ടില്ല. പഞ്ചായത്തിലെ ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് തീരുമാനം നടപ്പിലാക്കാത്തതിന് പിന്നിലെന്ന ആരോപണവുമുണ്ട്. ചാവക്കാട് ബീച്ചിന് സമീപം മാനസിക വെല്ലുവിളി നേരിടുന്ന 36 വയസ്സുള്ള യുവതി വീട്ടിൽ പ്രസവിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. പ്രസവിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ ഉടൻ തന്നെ ആശാവർക്കറെയും വാർഡ് കൗൺസിലറെയും വിവരമറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയെയും നവജാത ശിശുവിനെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അമ്മയും കുഞ്ഞും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയും അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അമ്മയും സമാനമായ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നയാളാണ്. ഇവരുടെ അവസ്ഥ കണക്കിലെടുത്ത് 3 മാസം മുമ്പ് വാർഡ് കൗൺസിലറും ആശാവർക്കറും നാട്ടുകാരും ചേർന്ന് ഇവരെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ചികിത്സയിലായിരുന്ന ഇവർ 2 ആഴ്ച മുമ്പാണ് തിരികെ വീട്ടിലെത്തിയത്. യുവതി പ്രസവിച്ച സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി കാട്ടകമ്പാൽ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാകുന്നു. 1 കോടി രൂപ ചെലവഴിച്ചാണ് പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും പ്രാദേശിക കായിക പ്രേമികളുടെയും വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് പദ്ധതി നടപ്പിലാകുന്നതോടെ വിരാമമാകുന്നത്. AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിലെ ഗ്രൗണ്ട് സന്ദർശിച്ച് വിലയിരുത്തി. ഏറ്റവും അടുത്ത ദിവസം തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചേർത്ത് 1 കോടി രൂപയുടെ നവീകരണമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുന്നത്. 9 ഫുട്ബോളിന്റെ മൺകോട്ട്, 2 വോളിബോൾ കോർട്ടുകൾ, 2 ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, ടോയ്ലറ്റ് ബ്ലോക്ക്, ഗ്രൗണ്ടിന് ചുറ്റും ഫെൻസിംഗ്, ഡ്രെയിനേജ് ഉൾപ്പെടെ വലിയ വികസനമാണ് ഗ്രൗണ്ടിൽ വരാൻ പോകുന്നത്. കായിക പ്രേമികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് MLA ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ കൂടി ചെലവഴിച്ച് ഗ്രൗണ്ടിൽ മണ്ണും മണലും ചേർന്ന മിശ്രിതം നിറച്ച് നവീന നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. 50 മീറ്റർ വീതിയിലും 90 മീറ്റർ നീളത്തിലുമാണ് സ്വാഭാവിക പ്രതലമൊരുക്കി ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരിക്കുന്നത്. ഗ്രൗണ്ട് ലെവൽ ചെയ്യാൻ ഇപ്പം നിലവിലുള്ള കല്ലും മറ്റുമൊക്കെ മാറ്റി നല്ല മണ്ണാക്കി മാറ്റാൻ വേണ്ടിയാണ് എസ്റ്റിമേറ്റിലുള്ളത്. അതൊന്ന് കൂടുതൽ മണ്ണ് ചേർത്ത് അതുപോലെ തന്നെ മണൽ കൂടി ഉൾപ്പെടുത്തി നല്ല നിലവാരമുള്ള പ്രതലം ഗ്രൗണ്ടിന് ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൂടി ഇതിൻ്റെ ഭാഗമായി എസ്റ്റിമേറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തി വർക്ക് ആരംഭിക്കണം. ഇപ്പം മഴക്കാലമാണ്. ടെൻഡർ കരാറുകാരൻ തിരുവനന്തപുരത്തുകാരൻ ഒരാൾ കരാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ബാക്കി പോരാതെ വരുന്ന സംഖ്യ കൂടി ഉണ്ടാക്കി ഈ തറ ലെവൽ കൂടി കുറേ കൂടി ശാസ്ത്രീയമായി കളിക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. അതിൻ്റെ കാര്യം കൂടി ഇതിൻ്റെ കൂടെ നിർവഹിക്കും. ഗ്രൗണ്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി നടന്ന അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സജിത്ത്, സ്കൂൾ PTA പ്രസിഡന്റ് അലി കോട്ടോൽ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായ നിർമ്മൽ സേതു, പ്രബിൻ പ്രസാദ്, കരാറുകാരൻ KV അനിൽകുമാർ, പ്രിൻസിപ്പൽ K വെങ്കിട്ടമൂർത്തി, MN സത്യൻ, KT ഷാജൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് TC മാത്യു മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 5 ഞായറാഴ്ച UPF ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. 1ാം സ്ഥാനം സിസ്റ്റർ ജിഷ MB പഴഞ്ഞി, 2ാം സ്ഥാനം സിസ്റ്റർ സ്റ്റിനി സാം തൃശൂർ, 3ാം സ്ഥാനം സിസ്റ്റർ ലിജി ജിജി കുന്നംകുളം എന്നിവർ നേടി. മാറുന്ന ലോകത്തിൽ ക്രൈസ്തവ സാക്ഷ്യം എന്നതായിരുന്നു ഉപന്യാസ വിഷയം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ വീതം ക്യാഷ് പ്രൈസും 4 മുതൽ 12 സ്ഥാനം ലഭിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. ആഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്ന പുന്നയൂർ ആലാപാലം വാതക ശ്മശാനം അപാകതകൾ പരിഹരിച്ച് പ്രവർത്തനം പുനരാരംഭിക്കാത്തതിൽ SDPI പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. SDPI പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VM നൌഫലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ജില്ലാ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധ സമിതി കണ്ടെത്തിയ നിർമ്മാണത്തിലെ പിഴവുകൾ മുൻഭരണ സമിതിയിലെ അംഗങ്ങളും കരാർ കമ്പനിയും ചേർന്ന് നടത്തിയ അഴിമതിയുടെ ഭാഗമാണെന്നും
പഴുതടച്ച അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്ക് ശിക്ഷ ലഭ്യമാക്കണമെന്നും TM അക്ബർ ആവശ്യപ്പെട്ടു. SDPI പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അഷ്കർ ഖാദിരിയ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ RV ആഷിഖ്, അഷ്കർ എടക്കഴിയൂർ, വിവിധ ബ്രാഞ്ച് ഭാരവാഹികളായ ഫിറോസ് പള്ളിപ്പറമ്പിൽ, ബാദുഷ അംബാല, മുനീർ അംബാല തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സമിതി കേരള മിഷൻ ആവശ്യപ്പെട്ട പ്രകാരം വിദഗ്ധ സമിതി പരിശോധന നടത്തുകയും ഒരുപാട് അപാകതകൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ അപാകതകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ UDF ഭരണസമിതി നോക്കുകുത്തിയായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഭരണസമിതിക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? അത് ഈ ഭരണസമിതിയുടെ വലിയ ഒരു പിടിപ്പുകേടാണ്. മാത്രമല്ല, നമ്മൾ ഈ സമരത്തിലൂടെ ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ LF കോളേജിലെ NCC യൂണിറ്റ് നിപുണ എന്ന പേരിൽ സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ വിശകലനാത്മകമായ ചിന്ത വളർത്തുക, യുവജന നൈപുണ്യ ദിനത്തിന്റെ സന്ദേശത്തിനനുസരിച്ച് ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കാൻ പ്രചോദനം നൽകുക എന്നിവയായിരുന്നു മത്സരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 65 NCC കേഡറ്റുകൾ പങ്കെടുത്തു. ചരമം. ഗുരുവായൂർ മല്ലിശ്ശേരി പറമ്പിൽ താമസിക്കുന്ന പരേതനായ പ്രഭാകരൻ നായർ ഭാര്യ റിട്ടയർഡ് തഹസീൽദാർ കോന്നംപറമ്പത്ത് പത്മാവതിയമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സലിൽകുമാർ, സവിത എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.